ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇന്ന് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ഇന്ന് സെയിന്റ് പോൾസ് ബസിലിക്ക, വിശുദ്ധ പൗലോസിന്റെ നാമധേയത്തിലുള്ള ബസിലിക്ക സന്ദർശിക്കുകയും ബസിലിക്കയിൽ തന്റെ ചുമതലകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിരുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ആൽബിനും ആശയുമാണ്. അവര് വർഷങ്ങളായി ജർമ്മനിയിൽ ജോലി ചെയ്യുകയാണ്. ഏതാനും ദിവസങ്ങൾ റോം സന്ദർശിക്കാൻ വന്നതാണ്. ഇവരുടെ ഇളയ കുഞ്ഞായ അന്നാമരിയയ്ക്കാണ് പരിശുദ്ധ പിതാവ് ആദ്യമായി തൊട്ട് അനുഗ്രഹിച്ച മലയാളി കുട്ടിയാകാനുള്ള ഭാഗ്യം ലഭിച്ചത്. ഒരു അവിസ്മരണീയമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. ഈ ഒരു ദിവസത്തിന് സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇവരോടൊപ്പം ഈ ഒരു വീഡിയോ പങ്കുവെക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് ഇന്ന് നടന്ന സംഭവം, ഇന്ന് പരിശുദ്ധ പിതാവ് തൊട്ട് അനുഗ്രഹിക്കാനുള്ള ഭാഗ്യം ഈ കുഞ്ഞിന് ലഭിച്ച ഈ ഒരു സംഭവത്തെക്കുറിച്ച് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. ഇന്ന് നിങ്ങൾ റോം സന്ദർശിക്കാനായിട്ട് വന്നതാണ്. നിങ്ങൾക്ക് ഇന്ന് ലഭിച്ച അവിസ്മരണീയം, നമ്മുടെ പുതിയ പരിശുദ്ധ പിതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഒരു മലയാളി കുഞ്ഞിന് ലഭിക്കുന്ന ആദ്യത്തെ അനുഗ്രഹം, അത് നിങ്ങളുടെ കുഞ്ഞിനെ തേടി എത്തി എന്നുള്ള ഈ ഒരു കാര്യത്തെക്കുറിച്ച്, ഇന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് പങ്കുവയ്ക്കാൻ സാധിക്കുമോ? ഞങ്ങൾ ജർമ്മനിയിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾ 3-4 ദിവസത്തേക്കായിട്ട് റോം വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പം ഞങ്ങൾ നാളെ ബുധനാഴ്ച പിതാവ് പോപ്പ് പബ്ലിക് ഓഡിയൻസിനെ കാണുമ്പോൾ ഞങ്ങൾ നാളെ പോപ്പിനെ കാണണമെന്നുള്ള ആഗ്രഹത്തിലിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് അപ്രതീക്ഷിതമായി ഞങ്ങൾ സെന്റ് പോൾ ബസിലിക്ക വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടെ പോപ്പ് വരുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അതിൽ ബസിലിക്കയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അതായത് ബുധനാഴ്ച, നാളെയാണ് പരിശുദ്ധ പിതാവ് ആദ്യമായിട്ട് ഒരു പൊതു കൂടിക്കാഴ്ച, പബ്ലിക് ഓഡിയൻസ് നടത്തുന്നത്. അപ്പൊ അതില് ഒന്ന് ചെന്ന് കണ്ട് പാപ്പായെ ഒരു നോക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ള, ഇവര് കഴിഞ്ഞ ദിവസം വന്ന ദിവസം മുതൽ ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു, പാപ്പായെ ഞങ്ങൾക്ക് ഒരു നോക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് യാദൃശികമായി വിശുദ്ധ പൗലോസിന്റെ നാമധേയത്തിലുള്ള ബസിലിക്ക കാണാനായിട്ട് പോയതാണ്, അല്ലെ? അവിടെ ജസ്റ്റ് പാപ്പായെ കാണാൻ പോയതല്ല, ബസിലിക്ക സന്ദർശിക്കാനായിട്ട് അവർ പോയതാണ്. ആ സമയത്താണ് ഈ ഒരു അവിസ്മരണീയമായ ഭാഗ്യം ഇവരെ തേടിയെത്തിയത്. അപ്പോ അവിടെ ചെന്നിട്ട് എന്ത് സംഭവിച്ചു? ഞങ്ങൾക്ക് അത് ബസിലിക്കയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അതുപോലെ തന്നെ നിങ്ങൾ അവിടെ ചെന്ന സമയത്ത് ബസിലിക്കയിൽ പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നോ? ഞങ്ങള് അവിടെ ചെന്ന സമയത്ത് ക്ലോസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്ന ആ സമയത്താണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ആളുകൾ ഒത്തിരി അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഇവിടെ ക്ലോസ് ചെയ്യുന്നതെന്നെല്ലാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് അടുത്തുള്ള വേറൊരു പള്ളിയിൽ പോയി അവിടുത്തെ കുറച്ച് മാർട്ടിയേഴ്സിൻ്റെയും ഉള്ള കബറിടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇത് തുറന്നിട്ടുണ്ടാവും, അന്നേരം നമുക്ക് വന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോവുകയായിരുന്നു. അങ്ങനെ ഏകദേശം 3 മണിയോടുകൂടി ഞങ്ങൾ തിരിച്ച് ഈ ബസിലിക്കയിൽ വന്നു. സെന്റ് പോൾ ബസിലിക്കയിൽ എത്തിയതിന് ശേഷം അവിടെ വലിയ ക്യൂവും വലിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മലയാളി വൈദികൻ്റെ ഒരു സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അച്ഛൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾക്ക് ഈ ഒത്തിരി ക്യൂവിലൊന്നും നിൽക്കാണ്ട് ഞങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ബസിലിക്കയുടെ അകത്ത് പ്രവേശിക്കാനായിട്ട് സാധിച്ചു. അതായത് ഇവര് മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി 3 മണിയോടുകൂടെ ബസിലിക്ക തുറക്കും എന്നുള്ള ഒരു അറിവ് ഉണ്ടായതിനാൽ ഇവര് ആ സമയത്ത് നമുക്ക് തിരിച്ചു വന്നു. 3 മണിയോടുകൂടെ ആ ബസിലിക്കയിലേക്ക് തിരിച്ചു വന്നപ്പോൾ പരിശുദ്ധ പിതാവിന്റെ സന്ദർശനം അവിടെ നടക്കുകയാണ് എന്നുള്ള ഒരു കാര്യം അപ്പോഴാണ് നിങ്ങൾ അറിഞ്ഞത്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, പുതിയ തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ പാപ്പ അങ്ങോട്ട് വരുന്നുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞത്. എങ്കിൽ പോലും ഞങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പറ്റുമെന്നോ അടുത്തേക്ക് പോകാൻ പറ്റുമെന്നോ ഇങ്ങനെ ഒരു ബ്ലെസ്സിങ് ഡയറക്റ്റ് കിട്ടുമെന്നോ ഞങ്ങളുടെ ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ അങ്ങനെ അകത്ത് പ്രവേശിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അതുമാത്രമല്ല, പിതാവ് പോപ്പ് പോകുന്ന നടുവിലൂടെ പോകുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്ക് സീറ്റ് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യം അങ്ങോട്ട് ആൾത്താരയിലേക്ക് പോകുന്ന സമയത്ത് മൂത്ത മകൻ ഡാനിയിൽ പാപ്പ എന്ന് വിളിച്ചപ്പോൾ കൊച്ചിനെ ദൂരെ വെച്ച് കൈകൊണ്ട്, അതായത് പോകുന്ന വഴിക്ക് കുട്ടി പാപ്പ എന്ന് വിളിച്ചു. അപ്പോ പെട്ടെന്ന് പാപ്പായുടെ ശ്രദ്ധയിൽ ഇവർ പെട്ടു. അപ്പൊ കുഞ്ഞിനെയൊക്കെ കണ്ടപ്പോ കൈകൊണ്ട് നിങ്ങൾ കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചിരുന്നു. അപ്പോ പാപ്പ കൈകൊണ്ട് ആശീർവാദം നൽകി. അതിനുശേഷം ലിറ്റർജിക്ക് ശേഷം പോപ്പ് തിരിച്ചു വരുന്ന വഴിക്ക് കൈകൊണ്ട് കൊച്ചിനെ ഉയർത്തിപ്പിടിച്ചപ്പോൾ ഞങ്ങൾ അടുത്തേക്ക് വരികയും കുഞ്ഞിനെ കൈകൊണ്ട് തൊട്ട് ബ്ലെസ് ചെയ്യുകയും ചെയ്തു. അതായത് പരിശുദ്ധ പിതാവ് അങ്ങോട്ടേക്ക് അൾത്താരയിലേക്ക് പോയ സമയത്ത് പരിശുദ്ധ പിതാവിനെ കൊച്ചി പിടിച്ചു. ആ സമയത്ത് ഇവർ കൈകൊണ്ട് തന്നെയുള്ള ഒരു ആശീർവാദം പരിശുദ്ധ പിതാവ് നൽകിയിരുന്നു.
അതിനുശേഷം ഇവര് പരിശുദ്ധ പിതാവിന്റെ ആ ഒരു ലിറ്റർജിക്കൽ സെറമണിക്ക് ശേഷം ഇവർ തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും ഇവരുടെ അടുത്തൂടെ എത്തിയപ്പോ മൂത്ത മകൻ ഉറക്കെ വിളിച്ചു, പാപ്പ പാപ്പ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചു. ആ സമയത്ത് ഇവരെ തിരിഞ്ഞു നോക്കി ഉയർത്തിപ്പിടിച്ചിരുന്ന കുഞ്ഞിന്റെ അടുത്ത് വന്നു, അവളെ തൊട്ടു, അവളെ ആശീർവദിച്ചു, അനുഗ്രഹിച്ചു. ഒരു വലിയ അവിസ്മരണീയമായ ഭാഗ്യമാണ് ഈ ഒരു കുടുംബത്തെ തേടി വന്നത്. ആദ്യമായി പരിശുദ്ധ പിതാവ് ഒരു കുഞ്ഞിനെ ആശീർവദിച്ചത് അത് നമ്മുടെ പ്രിയപ്പെട്ട അന്നാമരിയാണ്. നിങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ടോ? അതൊരു എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്ന ഒരു വികാരം? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമാണ്. കാരണം ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്ന ഒരു കാര്യമല്ല ഇത്. ഒത്തിരി ആളുകൾ റോമിലൊക്കെ പോകുമ്പോൾ പാപ്പയെ കാണാൻ പറ്റാറുണ്ടെന്നും അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടുള്ള ഒരു പരിചയം മാത്രമേ ഞങ്ങൾക്ക് ഉള്ളൂ. നാളെ ആദ്യമായിട്ട് പാപ്പയെ അതിനുശേഷം ആദ്യമായിട്ട് പബ്ലിക്കിലേക്ക് വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പാപ്പയെ അടുത്തൊന്നും കാണാൻ പറ്റില്ല, എന്നാലും അകലെ വെച്ച് ഒരു നോക്ക് കാണാം എന്നുള്ള പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് വളരെ ഒരു നിയോഗം പോലെയായി. നിങ്ങൾ ആദ്യമായിട്ടാണോ റോമിൽ ഇവിടേക്ക് വരുന്നത്? റോമിലേക്ക് വരുന്ന ആദ്യമായിട്ടാണോ? റോമിലേക്ക് ഞാൻ വരുന്നത് ആദ്യമായിട്ടാണ്. ഞാനിതിനു മുന്നേ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്, എങ്കിലും ജസ്റ്റ് ഒരു 1 ഡേ വിസിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കാണാനായിട്ട് ഒരു ടൂർ പോലെ വിസിറ്റ് പോലെ വന്നത് ഇപ്പോഴാണ് ഞങ്ങൾ. ഓക്കെ, നമ്മുടെ മുമ്പിലായിരിക്കുന്ന ഈ കുടുംബം മലയാളികളിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു കുഞ്ഞിനെ പരിശുദ്ധ പിതാവിന്റെ ആശീർവാദം ലഭിച്ച കുഞ്ഞിന്റെ ആ ഒരു കുടുംബത്തോടൊപ്പമാണ് നമ്മൾ ആയിരിക്കുന്നത്. വലിയ അനുഗ്രഹമാണ് ഇവരെ തേടി വന്നിരിക്കുന്നത്. റോമിൽ നിന്ന് ഈ കുടുംബത്തോടൊപ്പം ബ്രദർ ജോ ബെൻ എലോഹിം.